തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 33-ാം അധ്യായം 6-ാമത് വചനം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇതാ, നിന്നെപ്പോലെ ഞാനും ദൈവത്തിനുള്ളവൻ, എന്നെയും മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ള വചനമാണ്. ഈ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട മനുഷ്യനാണെന്നും മനുഷ്യൻ്റെ സൃഷ്ടിതാവ് ദൈവമാണെന്നും ബോധ്യപ്പെടുത്തുന്ന വാക്കുകൾ ഈ വചനങ്ങൾക്കുള്ളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം നാം വായിച്ചാലും അവിടെ ഓർപ്പിക്കുന്നത് മണ്ണുകൊണ്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി എന്നുള്ള വാക്കുകൾ തന്നെയാണ്. മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട മനുഷ്യരാണ് നാമെന്നും നമ്മുടെ സൃഷ്ടിതാവ് ദൈവമാണെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ സൃഷ്ടിതാവിനോടും നമുക്കുണ്ടായിരിക്കേണ്ടുന്ന ആഴമായ കടപ്പാടിനപ്പുറം, അല്ലെങ്കിൽ അതോടൊപ്പം നാം മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നും ഏത് സമയത്തും ഉടഞ്ഞു പോകുവാൻ, തകർന്നു പോകുവാൻ സാധ്യതയുള്ളതാണ് മനുഷ്യനെന്നും ആഴമായി ഓർക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 2 മുതൽ താഴേക്കുള്ള വാക്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്ന മനുഷ്യൻ സൃഷ്ടിതാവായ ദൈവത്തോട് നീതി പുലർത്താത്തവരും അകൃത്യം പ്രവർത്തിക്കുന്നവരുമായി തീരുമ്പോൾ ആ ദൈവത്തിനുണ്ടാകുന്ന നൊമ്പരങ്ങളും വേദനകളും എത്രമാത്രം വലുതാണെന്ന് ബോധ്യപ്പെടുത്തുന്ന വാക്കുകളാണ്. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല. എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ, പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ടും മാറിക്കളഞ്ഞിരിക്കുന്നു എന്നൊക്കെ ഓർപ്പിക്കുന്ന വാക്കുകളാണ്. അവിടെ പോറ്റി വളർത്തിയ, അല്ല, ജന്മം കൊടുത്ത് വളർത്തി വലുതാക്കിയ മക്കൾ മാതാപിതാക്കളെ തിരസ്കരിച്ചു പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന നൊമ്പരത്തോട് സമാനമായി വെച്ചുകൊണ്ട് അത്യുന്നതനായ ദൈവം പറയുകയാണ്: ഞാൻ എൻ്റെ സ്വരൂപത്തിൽ മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് ഏറ്റവും മനോഹരമായ തോട്ടത്തിൽ അവർക്ക് പാർക്കുവാൻ അവസരം കൊടുത്തെങ്കിലും മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ സൃഷ്ടിതാവായ ദൈവത്തെ മറക്കുകയും ആ മനുഷ്യൻ്റെ ക്ഷണികത, അല്പായുസ് തിരിച്ചറിയാതെ അവർ അഹങ്കാരവും നിഗളവുമുള്ളവരായി സൃഷ്ടിതാവിനെ വിട്ട്, ജന്മം കൊടുത്ത മാതാപിതാക്കളെ വിറ്റ് തലമുറകൾ പോകുന്നതുപോലെ പൊയ്ക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലങ്ങൾ കണ്ടിട്ട് മനസ്സുകൊണ്ട് തകർന്ന് പറയുന്ന വാക്കുകളാണ് ഈ വാക്യങ്ങൾക്കൊക്കെ ഉള്ളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ മനസ്സിലാക്കേണ്ട ആഴമായ വസ്തുതയെന്ന് പറയുന്നത്, ഇയ്യോബ് പറയുന്നത് നമ്മൾ എല്ലാവരും മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവർ എന്നും നമ്മൾ വ്യത്യസ്തരല്ലെന്നും ഓർപ്പിക്കുന്ന വാക്കുകളാണ്. പൗലോസും പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെപ്പോലെയുള്ളവനാകയാൽ നിങ്ങളും എന്നെപ്പോലെ ആകുവാൻ പരിശ്രമിപ്പീൻ എന്ന് പറയുന്ന വാക്കുകളുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യനെന്നും ഏത് സമയത്തും ഉടഞ്ഞു പോകുവാൻ, തകർന്നു പോകുവാൻ, ഇല്ലാതെയായി പോകുവാൻ സാധ്യതയുള്ള കേവലം മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട മൺപാത്രങ്ങൾ പോലെയാണ് മനുഷ്യരെന്ന് തിരിച്ചറിഞ്ഞ് സൃഷ്ടിതാവിനെ അംഗീകരിക്കുവാനും
സകല സൃഷ്ടിയും മണ്ണുകൊണ്ടുള്ള സൃഷ്ടിയാണ് മനുഷ്യവർഗമെന്ന് മനസ്സിലാക്കി പരസ്പരം സ്നേഹിപ്പാനും ആ നിലകളിൽ പോകുവാനും നമ്മെ സമർപ്പിക്കാൻ ദൈവം അതിനെ നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ അൽപായുസിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞും ഞങ്ങളുടെ സൃഷ്ടിതാവിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അത്ഭുത വഴികളിലൂടെ ഞങ്ങളെ നടത്തണം. പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.